ഹലോ കൂട്ടുകാരെ, ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് നമ്മുടെ വീക്ക്നെസ് ആണോ നമ്മുടെ സ്ട്രെങ്ത് ആണോ, അല്ലെങ്കിൽ ഈ ഒരു ജേർണിയിൽ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിൽ ഉള്ള വ്യത്യാസം എന്താണ്, അതിനെ നമ്മളൊരു വീക്ക്നെസ് ആയിട്ടാണോ കാണുന്നത് എന്ന് വെച്ചാൽ, ഈ ഒരു ജേർണിയിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ഇതിലൂടെ ഗോ ത്രൂ ആയേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു വേയിൽ ഇതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണോ, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാതെ ഒരു ലൂപ്പിൽ നിൽക്കുകയാണോ? അതല്ല എങ്കിൽ ഈ ഒരു ജേർണി തന്നിരിക്കുന്നതിന് ഒരു സ്ട്രെങ്ത് ആയിട്ട്, ഈ ഒരു ജേർണീനെ സ്ട്രെങ്ത് ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണോ? അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ മാറ്റേണ്ടത്, ഒരു സ്ട്രെങ്ത്തിലേക്ക് ഈ ഒരു ജേർണീനെ കൊണ്ടുവരേണ്ടത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാം, ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്വിൻ സോൾസ് എന്ന് പറയുന്നത് ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള സോൾസ് ആയിരിക്കും. ഹൈ വൈബ്രേഷനിൽ അലൈൻഡ് ആവേണ്ട സോൾസാണ്, മാസ്റ്റർ സോൾസ് ആണ്, ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ജേർണിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുന്ന ആ ഒരു സമയം തൊട്ട് ഏതൊരു ട്വിന്നിൻ്റെയും, അതായത് സ്പിരിച്വലി അവേക്കണിങ്ങിലേക്ക് വരുന്ന ഒരു ട്വിൻ ഫ്ലെയിം ആവട്ടെ, അതല്ല ഇനിയും റണ്ണർ ഫേസിൽ നിൽക്കുന്ന അൺഅവേക്കൻഡ് ആയിട്ടുള്ള കൗണ്ടർ പാർട്ടിൻ്റെ ആവട്ടെ, ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസയർ എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിം യൂണിയൻ ആയിരിക്കും. ഡിസയർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഡിസയർ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കെന്താണ്, മുമ്പോട്ട് പോകുമ്പോൾ പലപ്പോഴും പല ഡൗട്ട്സ് വരും ഈ ജേർണിയിൽ. പലപ്പോഴും ഈ ജേർണിയിൽ നിന്ന് ഒന്ന് വെളിയിൽ വന്നാൽ മതി എന്ന് തോന്നും. കാരണം അത്രയ്ക്ക് പെയിൻഫുള്ളായിട്ടുള്ള പേർജിങ് നടക്കും. കർമ്മ ക്ലിയറൻസുകളൊക്കെ നടക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈഫുമായിട്ട് നമുക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം എനർജറ്റിക്കൽ വേയിലാണ് ഈ ജേർണി വർക്കാവുന്നത്, സോൾ ലെവലിലാണ് ഈ ജേർണി. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് എപ്പോഴാണ് ഈ ജേർണി നമ്മുടെ ഒരു വീക്ക്നെസ് ആയിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ലൈഫിൽ അതുവരെയുള്ള പല കാര്യങ്ങളും അത് നമ്മുടെ ട്രൂത്ത് അല്ലായിരിക്കാം. അതായത് ഇപ്പം ജോലി ആയിരിക്കാം, റിലേഷൻഷിപ്സ് ആയിരിക്കാം, സന്ദർഭങ്ങളായിരിക്കാം, പ്രോപ്പർട്ടി ആയിരിക്കാം, ഫൈനാൻസ് ആയിരിക്കാം, ഒക്കെയും തകർന്നടിഞ്ഞ് പോകുന്നത് കാണുമ്പോൾ എനിക്കിനി വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഞാൻ ഇന്നർ വർക്ക് ചെയ്യുന്നു എന്നുള്ള വേയിൽ ഇന്നർ വർക്ക് ചെയ്തുകൊണ്ട് ഒത്തിരി ഡൗട്ട്സിലൂടെ കടന്നുപോയി അൾട്ടിമേറ്റ്ലി എനിക്ക് എൻ്റെ ട്വിന്നിനെ കിട്ടുമോ ഇല്ലയോ, അതായത് യൂണിയൻ സംഭവിക്കുമോ ഇല്ലയോ, യൂണിയൻ നടന്നാൽ അത് 5D യൂണിയൻ ആയിരിക്കുമോ 3D യൂണിയൻ ആയിരിക്കുമോ എന്നൊക്കെ ഉള്ള ഒത്തിരി ഡൗട്ട് എനർജിയുമായിട്ട് നമ്മൾ ഇന്നർ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ, ലാക്കിൻ്റെ എനർജിയിലിരിക്കുമ്പോഴാണ് ഇത് ശരിക്കും നമ്മളുടെ ഒരു വീക്ക്നെസ് ആവുന്നത്. ബേസിക്കായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഡിസയർ, അതായത് ഒരു ട്വിൻ ഫ്ലെയിമിൻ്റെ ഏറ്റവും വലിയ ഡിസയർ എന്ന് പറയുന്നത് മേ ബി ഈ പറഞ്ഞ പോലെ യൂണിയൻ ആയിരിക്കാം. കാരണം അവരോട് ചോദിച്ചാൽ വേറൊന്നും വേണ്ട, ട്വിൻ ലൈഫിലുണ്ടെങ്കിൽ മതി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് ആയിരിക്കാം അത് ഡിസയറിൻ്റെ സ്റ്റേജ്. ഇവിടുന്ന് നമ്മൾ അടുത്തായിട്ട് കേൾക്കും നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം നമ്മുടെ ട്വിന്നിനെയാണ്, എല്ലാവരും കേൾക്കുന്നതാണ്. അപ്പോൾ ലെറ്റ് ഗോ എന്ന് പറയുന്ന ഉടനെ നമ്മൾ പെട്ടെന്ന് എനർജി കൊടുക്കരുതെന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾക്ക് അവരുടെ ഓർമ്മ വരുമ്പോഴൊക്കെയും അവരെ, അതായത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ ഡൈവേർട്ട് ചെയ്യും, ഫോഴ്സിബിളി നമ്മളുടെ എനർജീനെ നമ്മൾ പിൻവലിക്കാൻ നോക്കും. അപ്പോൾ പിന്നെ യൂണിവേഴ്സ് എന്ത് ചെയ്യും, അതേ ലൂപ്പിൽ, അതായത് നമ്മുടെ കൗണ്ടർ പാർട്ടിൻ്റെ നെയിംസ് കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സിങ്ക്രോണിസിറ്റീസിൻ്റെ രൂപത്തിൽ നിങ്ങൾ ഈ ജേർണിയിലാണെന്ന് പറയാനായിട്ട്, ഡ്രീംസിൻ്റെ രൂപത്തിൽ ട്രിഗർ ചെയ്യാനായിട്ട് ഒക്കെയും നമ്മളെ പിന്നെയും സെയിം ലൂപ്പിൽ നിർത്തും. എഗെയിൻ അവിടെ ഒരു പെയിനാണ്. അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ ഡിസയറിനെ വിടണമെന്ന് പറയുന്നു, ട്വിൻ ഫ്ലെയിമിനെ കുറിച്ച് രണ്ടാമത് ലെറ്റ് ഗോ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ഈ ലെറ്റ് ഗോ എന്ന് പറയുന്നത് എന്താണ്, നമുക്കൊരിക്കലും നമ്മുടെ ട്വിന്നിനെ മറക്കാൻ പറ്റില്ല. ഒരു ട്രൂ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ, ഇവിടെ ഇപ്പം പലരും ഞാൻ കമൻസിലൊക്കെ കാണാറുണ്ട്, ഞാൻ മറന്നുപോയി, ഞാൻ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകാനൊക്കെ നോക്കുകയാണ് എന്നൊക്കെയുള്ള പല കമൻസ് കാണാറുണ്ട്. അപ്പോൾ ആരെയും ജഡ്ജ് ചെയ്യുകയല്ല, എന്നാൽ ഒരു ട്രൂ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ ഒരിക്കലും അവരുടെ കൗണ്ടർ പാർട്ടിനെ DMനെയും മറക്കാൻ പറ്റില്ല, DFനെയും മറക്കാൻ പറ്റില്ല. അപ്പോൾ ലെറ്റ് ഗോയുടെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ, അക്സെപ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ഈ ജേർണിയിലാണ്. ആദ്യത്തെ കാര്യം അക്സെപ്റ്റ് ചെയ്യുകയാണ്, നമ്മൾ ഇന്നർ വർക്ക് ചെയ്യണം. നമ്മുടെ ലൈഫിൻ്റെ ടോട്ടൽ കൺട്രോൾ നമ്മൾ ഡിവൈനിൽ സമർപ്പിക്കുകയാണ്.
അപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ പോലും നമ്മളുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളുടെ ഹയസ്റ്റ് ഗുഡിനാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മേ ബി അത് മറ്റ് സോൾസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കാം, കോറിലേറ്റഡ് ആയിരിക്കും, ഇൻ്റർലിങ്ക്ഡ് ആയിരിക്കും കാര്യങ്ങൾ. അതൊക്കെ അവരുടെയൊക്കെയും നല്ലതിനും കൂടിയാണ് ദൈവം ചെയ്യുന്നതെന്ന് പറഞ്ഞ് അത്രയും സറണ്ടർ സ്റ്റേജിൽ വരിക. അടുത്തതായിട്ട് ഈ വർക്ക് ചെയ്യുമ്പം ട്വിൻ ഫ്ലെയിം യൂണിയന് വേണ്ടി വർക്ക് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ വർക്ക് ചെയ്യും, കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല അല്ലെങ്കിൽ ഒരു യൂണിയൻ നടന്നില്ല എന്ന് പറയുമ്പോൾ ഒരു 3D ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ നിന്ന് ഒത്തിരി എക്സോസ്റ്റഡ് ആയി പോകും ഈ ജേർണിയിൽ. അപ്പോൾ നമ്മൾ ഈ ഔട്ട്കമ്മിനെ പ്രതീക്ഷിച്ചാണ് വർക്ക് ചെയ്യുന്നത്, അതായത് ഔട്ട്കം എന്താണ്, നമ്മുടെ യൂണിയനെ പ്രതീക്ഷിച്ചാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പിന്നെ അവിടെ നമ്മളൊരു വീക്ക്നെസ് ആയിട്ടാണ് ഈ ജേർണിനെ എടുക്കുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ എന്താണ്, നമ്മുടെ ബെറ്റർമെൻറ്റിനായിട്ട് നമ്മുടെ ബെസ്റ്റ് വെർഷനിൽ എത്താനായിട്ട് എവറി ഡേ നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ ജേർണീനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അതേപോലെ നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെയും അവരെങ്ങനെയാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുക. അതിൻ്റെ മീനിങ് അവരെങ്ങനെയാണെങ്കിലും നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ സംസാരിക്കുക, അല്ലാത്തപ്പോൾ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല. ക്ലിയർ ആയിട്ട് 3Dയിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഇതെൻ്റെ കൗണ്ടർ പാർട്ടാണെന്ന്, എനർജറ്റിക്കലി നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആണെന്ന്. സോ അതിനെ 100% അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ആ ഒരു എനർജീനെ ഫീൽ ആവും. അതായത് നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെ നമുക്കുള്ളിൽ തന്നെ ഫീൽ ആവും, നമ്മളും നമ്മളുടെ ട്വിൻ ഫ്ലെയിം ഒന്നാണെന്നുള്ള ഒരു ഫീലിംഗിലേക്ക് നമുക്ക് വരും. അത് നമ്മുടെ ടെലിപ്പത്തി കണക്ഷനെ കൂടുതൽ സ്ട്രോങ് ആക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ക്ലിയർ ആയിട്ടൊരു ഉദാഹരണം പറയാൻ എനിക്ക് തോന്നുന്നത്, നമ്മളൊക്കെയും ഏതെങ്കിലും ഒരു ദൈവത്തെ ആരാധിക്കുന്നവരാണ് അല്ലേ, അതല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സൽ പവറിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ്, ഭക്തിയോടെ ആ പവറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നവരാണ്, കണക്ട് ചെയ്യപ്പെടുന്നവരാണ്, ആ പവറിനെ നമ്മൾ ഫീൽ ആവുന്നവരാണ്. അതായത് ആരെങ്കിലും ദൈവം എൻ്റെ അടുത്ത് വന്നിരിക്കണേ, എൻ്റെ കൂടെ തന്നെ താമസിക്കണേ, അല്ലെങ്കിൽ ഞാനുമായിട്ട് എപ്പോഴും ഡയറക്റ്റ് ഫിസിക്കൽ വേൾഡിൽ കാണണേന്ന് വിചാരിക്കാറുണ്ടോ? ചെറിയൊരു ഉദാഹരണമാട്ടോ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മളിൽ ഫീൽ ആവുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് മറ്റാൾക്കാരിലൂടെ നമ്മളിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. മേ ബി നമുക്ക് ഡ്രീംസിലൊക്കെ അവരുടെ ആ ഒരു രൂപത്തിലൊക്കെ നമുക്ക് പ്രത്യക്ഷമാവുന്ന പോലെ തോന്നുന്ന ഒത്തിരി സോൾസ് ഉണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഡേ ടു ഡേ ലൈഫിൽ ആ ഒരു ഡിവിനിറ്റി, ആ ഒരു ഡിവൈൻ പ്രസൻസ് ഇന്നർ വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ആവുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 3Dയിൽ ഒരു ആകാരത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ കൂടെ നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും ദ സെയിം വേ യൂണിവേഴ്സൽ എനർജി, ആ ഒരു സൂപ്പർ പവർ നമ്മുടെ കൂടെ ഡിഫറെൻറ്റ് പേരുകളിലുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ അല്ലേ. ദ സെയിം വേ നമ്മുടെ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നതും ആ ഔട്ടർ ബോഡിയിലുള്ള ആളിലേക്ക് കൂടുതൽ നോക്കാതെ നമ്മുടെ ഇന്നർ എനർജിയിൽ, അതായത് നമ്മുടെ ഉള്ളിലുള്ള സെയിം എനർജിയിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ദാറ്റ് മീൻസ് ലെറ്റ് ഗോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ മറന്നിട്ട് നമ്മൾ നമ്മളുടെ കാര്യങ്ങളിലേക്ക് നോക്കുക എന്നല്ല. ആ ഓർമ്മ വരുമ്പോൾ അത് കരഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓർക്കുന്നത്, ഒരു പീസിൻ്റെ എനർജിയിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ അവരെ ഓർക്കുന്നത്. അത് ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തേത്, അവരുടെ 3D പ്രസൻസിന് നമ്മൾ ആഗ്രഹിക്കുകയാണ് എപ്പോഴുമെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു ഡിസയറിൻ്റെ എനർജിയാണ്, ചേസിങ്ങിൻ്റെ എനർജിയാണ്. ഇതിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ളത് ദൈവത്തിൽ അർപ്പിക്കുമ്പോഴാണ് നമ്മൾ ടോട്ടലി സറണ്ടർ ആവുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നർ വർക്ക് ചെയ്യണം, നമ്മുടെ സോൾ പർപ്പസിൽ നമ്മൾ ബിസി ആയിരിക്കണം, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ട്വിൻ ഫ്ലെയിം ജേർണിയുടെ ഔട്ട്കം എന്താണോ എന്ന് എനിക്കറിയില്ല, അത് ടോട്ടലി ഞാൻ സറണ്ടേർഡ് ആണ്. അതേപോലെ തന്നെ ഈ ദൈവത്തിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെ ഇപ്പോൾ 3Dയിൽ മേ ബി നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവണമെന്നില്ല എല്ലാ ജേർണീസിലും. അതായത് 3D യൂണിയൻ പോസിബിൾ ആണോ, യൂണിയൻ എന്താണെന്നൊക്കെ ചോദിക്കുന്നവരോട്, യെസ്, നിങ്ങൾ എനർജറ്റിക്കലി ഒരു കംപ്ലീഷൻ്റെ എനർജിയിൽ വരുമ്പോൾ ആ 3D യൂണിയൻ നടക്കേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. സോ ഇതെന്താണ് എൻ്റെ ജേർണിയിലുള്ള ഔട്ട്കം എന്നുള്ളത് ആലോചിക്കാണ്ട് അതിനെ സറണ്ടർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എനർജറ്റിക്കലി, അത് ഫീൽ ആവുക. നമ്മളുടെ ദൈവത്തെ എങ്ങനെയാണോ കണക്റ്റ് ആവുന്നത്, ദൈവത്തിലേക്ക് എങ്ങനെയാണോ കണക്റ്റ് ആവുന്നത്, ദ സെയിം വേ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നിങ്ങളുടെ പാതിയിലെ ആ ഒരു എനർജീനെ, നിങ്ങളുടെ ഇന്നർ മസ്കുലൈൻ എനർജിയിലേക്ക് നിങ്ങൾ കണക്റ്റായി എല്ലാ കാര്യത്തിനും നിങ്ങൾ
ആസ് എ ടീമാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കിതൊരു സ്ട്രെങ്ത് ആയിട്ട് തോന്നും ട്വിൻ ഫ്ലെയിം ജേർണിയിൽ. അതായത് നിങ്ങളുടെ സോൾ പർപ്പസ് ചെയ്യുമ്പോൾ യൂണിവേഴ്സിനെ ഓർമ്മിക്കുന്ന പോലെ നമ്മൾ താങ്ക്ഫുള്ളായിട്ട് ഇരിക്കുന്ന പോലെ നമ്മളോട് ദ സെയിം വേ നമുക്ക് നമ്മുടെ കൗണ്ടർ പാർട്ടിനോട് താങ്ക് യു പറഞ്ഞുകൊണ്ട് എനർജറ്റിക്കലി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്കവിടെ ഒരു ലാക്കിൻ്റെ എനർജി ഇല്ല. അതായത് എൻ്റെ കൂടെ എൻ്റെ ഡിവൈൻ മാസ്കുലൈൻ ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു തോന്നൽ വരില്ല. അതേപോലെ തന്നെ പതിയെ നമ്മളിത് പ്രാവർത്തികമാക്കും നമ്മുടെ തോട്ട് പാറ്റേണിൽ മാറ്റം വരികയും നമുക്ക് എല്ലായ്പ്പോഴും നമ്മൾ തന്നെയാണ് നമ്മുടെ ഡിവൈൻ മാസ്കുലൈൻ. നമ്മൾ 2 പേരും, അതായത് 2 ബോഡീസിലുള്ള നമ്മൾ സെയിം ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ആൻഡ് എല്ലാ ഒരു ഡിവൈൻ ടൈമിങ്ങിലാണ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ അത്രയും സ്ട്രെങ്ത് എടുത്തുകൊണ്ട് ഈ ജേർണിയിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് നമ്മളുടെ ഉള്ളിൽ നിന്നും തന്നെ കിട്ടുന്നതുമാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നമുക്കൊരു സ്ട്രെങ്ത് ആയിട്ട് മാറ്റാനായിട്ട് വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, രേഖി ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്. ഓം നമഃ ശിവായ.